ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ടോണി മാമച്ചനെ കണ്ട് മാവ് പറയുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് രണ്ടാളോടും പറയുകയാണ്. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, ഒരു മകൻ മരിച്ച അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. നീ ഞങ്ങളുടെ മകനാകാനുള്ള പ്രായം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പോലീസിനെ വിളിച്ചാണെങ്കിൽ നിന്നെ തൂക്കിയെടുത്ത് പോയിട്ടുണ്ടാവും അവർ. ഞങ്ങളങ്ങനെ ചെയ്യാത്തത് അതുകൊണ്ട് മാത്രമാണ്, നിന്നോട് ക്ഷമിച്ചതും അതുകൊണ്ട് മാത്രമാണ്, ഞങ്ങളുടെ മകനെ പോലെ കരുതിയത് കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നു. ടോണിക്ക് അത് കേട്ടതും ഒരുപാട് വിഷമമായി. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ്റെ കുട്ടി എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് തരുന്നതായിരിക്കും. അതിനുള്ള എല്ലാ സഹായവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം, ഇത് പ്രോമിസാണ് എന്ന് പറയുകയാണ്. ശിവശങ്കരൻ ശരണ്യയുടെ അച്ഛനെ ചെന്ന് കാണുന്നുണ്ട് മകന് വേണ്ടിയിട്ട്. ഹരിയെ പോക്സോ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം, ഇല്ലാത്ത കേസ് അവൻ്റെ തലയിൽ കെട്ടിവെക്കരുത്. നിങ്ങൾ രോഹിയെ ഒഴിവാക്കിയ പോലെ കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അതുപോലെ ഇവനും ഒരു ഇളവ് ചെയ്ത് തരണം എന്ന് പറയുകയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ ദേഷ്യപ്പെടുന്നുണ്ട്. രോഹിത് തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്, എൻ്റെ മകൾക്ക് ഉറപ്പാണ് രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്, അതുകൊണ്ടാണ് അവനെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. പക്ഷെ അതുപോലെയല്ല നിങ്ങളുടെ മകൻ ഫ്രണ്ട്സിനെയും വിളിച്ച് എൻ്റെ മകളോട് ചെയ്ത തെറ്റ് ഏറ്റവും വലുതാണ്, അതുകൊണ്ട് അവന് അതിനുള്ള ശിക്ഷ ലഭിക്കുക തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. ശിവശങ്കരൻ എൻ്റെ മകനെ ആ ഇല്ലാത്ത കേസ് പോക്സോ കേസിൽ നിന്ന് മാത്രം ഒന്ന് ഒഴിവാക്കി തരണം, അതിൻ്റെ പേരിൽ ഞങ്ങളുടെ കുടുംബം ഒരുപാട് അപമാനിക്കപ്പെട്ട് കഴിഞ്ഞു, നിങ്ങളും അതുപോലെ തന്നെയാണെന്ന് എനിക്കറിയാം, പക്ഷേ അതിൽ നിന്ന് മാത്രം ഒരു ഇളവ് തരണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ മകളോട് സംസാരിച്ചിട്ട് പറയാമെന്ന് ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്. അലീനയും രോഹിതും കൂടെ ഇന്ന് മാനേജർ അച്ഛനെ കാണാൻ വേണ്ടി കോളേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, രോഹിതേട്ടാ അച്ഛനില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചേച്ചി ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം, അലീന ചേച്ചി ഉണ്ടെങ്കിൽ പിന്നെ ആരും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് മാനേജർ അച്ഛനെ കാണാൻ കോളേജിലേക്ക്. അപ്പോൾ മാനേജർ അച്ഛനെ കണ്ടതും TC കൊടുക്കും എന്നാണ് കരുതിയത്. പക്ഷേ മാനേജർ അച്ഛൻ TC അല്ല കൊടുത്തത്, 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഡിസ്മിസ് തരണമെന്നാണ് ഞാൻ ആലോചിച്ചത്, പക്ഷെ ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ച് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ മാനേജ്മെൻറ്റിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഉറപ്പിന്മേലാണ് ഇപ്പോൾ നിനക്കൊരു ഇളവ് കിട്ടിയിരിക്കുന്നത്, അത് തകർക്കരുത്. നല്ല രീതിയിൽ പഠിച്ച് ആ 1 മാസം നീ നന്നായി പഠിക്കണം, എല്ലാ കാര്യങ്ങളും നോക്കി റെഫർ ചെയ്യണം, നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കണം, നിനക്ക് എക്സാം എഴുതാനുള്ള അവസരം തന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് മാനേജർ അച്ഛൻ പറയുകയാണ്. അപ്പോൾ അലീനെ നോക്കി പറയുന്നുണ്ട്, ഇത് നിൻ്റെ സ്വന്തം ചേച്ചിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ എന്ന് രോഹി പറയുന്നുണ്ടെങ്കിലും അലീന പറയുന്നുണ്ട്, എന്നെ വളർത്തിയത് പ്രജിത മമ്മിയാണ്, ബൈബിൾ പഠിപ്പിച്ചെന്നത് പ്രജിത മമ്മിയാണ്, ഞാനൊരു അനാഥാലയത്തിലാണ് വളർന്നത്, ഞാൻ 1 വർഷം മുമ്പ് വരെ ഒരു ഓർഫനായിരുന്നു, ഇപ്പോൾ ഇവരുടെ കാരുണ്യത്തിൽ ഞാൻ ഇവരുടെ സഹോദരിയായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ അത് കേട്ടതും ഫാദറിന് ഒരുപാട് വിഷമമാവുന്നുണ്ട്. ഒരു ഓർഫനാണോ ഇത്രയും ഇതായിട്ട് ഇവരുടെ അടുത്ത് വന്ന് സംസാരിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ റെസ്പെക്റ്റ് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അലീനയെ നോക്കി പറയുകയാണ്. നീ പറഞ്ഞ വാക്കുകളെല്ലാം എനിക്ക് എൻ്റെ മനസ്സിലാണ് കൊണ്ടത്, എനിക്കത് ഒരുപാട് ഏറ്റു, ഇങ്ങനെ പറയാനും ഒരാൾ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് അലീനയെ നോക്കി പറയുന്നുണ്ട്. അലീന കരഞ്ഞുകൊണ്ട് ക്ഷമിക്കണം ഫാദർ, എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നതാണ്, ഞാൻ വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.